ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മോമോസ് ചെയ്ത് നോക്കാം. ഞാനിത് ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. 4 ഡിഫറെൻറ്റ് കളേഴ്സ്, നാച്ചുറൽ കളേഴ്സാണ് ചേർത്തേക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ മോമോസിൻ്റെ ഒരു സോസും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ, വിനെഗർ, പെപ്പർ, സോൾട്ട്, സോയ സോസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, ഒനിയൻ, ഗ്രീൻ ചില്ലി, ക്യാബേജ്, ക്യാപ്സിക്കം, മല്ലിയില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. 2 ഗ്രീൻ ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ചോപ്പറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇനി ആ സെയിം ചോപ്പറിലേക്ക് തന്നെ നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് അതും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കത്തി കൊണ്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തങ്ങ് എടുത്താൽ മതി. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിനെഗർ ഞാൻ വൈൻ വിനെഗറാണ് എടുത്തേക്കുന്നത്. സോയ സോസ് 1 ടീസ്പൂൺ, ചില്ലി ഗാർലിക് സോസ് 1 ടീസ്പൂൺ, അത് ഓപ്ഷനിലാണ്. പെപ്പർ പൗഡർ ഞാൻ 1 ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ നേരത്ത് നമുക്ക് കളർഫുൾ പ്യൂരി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, സ്പിനാച്ച് ഇതെല്ലാമാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട്, സ്പിനാച്ചൊക്കെ അധികം നേരം ഇടണ്ട, 1 to 2 മിനിറ്റ്സ് ഇട്ടിട്ട് ഞാൻ ബ്ലാൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജും ബീട്രൂട്ടും ഇതുപോലെ ബോയിൽ ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് പ്യൂരി ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 തക്കാളി, 4 ചുവന്ന മുളക്, ഒരു 3-4 വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് തിളപ്പിക്കും. അതിൽ നിന്ന് നമ്മുടെ ടൊമാറ്റോയുടെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞ് മാറുമ്പോൾ നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഈ സമയത്ത് നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാനൊരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയുടെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 2 ടീസ്പൂണോളം സോയ സോസും, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ചില്ലി സോസും, ഒരു 1/2 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഡോ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം ഇതിൻ്റെ ബേസിക് ഡോ ആണ് ചെയ്യുന്നത്, വൈറ്റ് ഡോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം ഒലീവ് ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, തണുത്ത വെള്ളമാണ് ചേർത്തേക്കുന്നത്, വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തടവി അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയുള്ള പ്രിപ്പറേഷന് വെള്ളത്തിന് പകരം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കളർഫുൾ പ്യൂരി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ബാക്കി സോൾട്ടും ഓയിലും സെയിം തന്നെയാണ് എല്ലാത്തിനും എടുക്കുന്നത്. ഇതുപോലെ ഞാൻ എല്ലാ ഡോവും പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഡോ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പതുക്കെ പരത്താനായിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ചെറുതായിട്ട് ബോളുകളാക്കി പരത്തി എടുക്കാം. ഞാൻ ഇതുപോലെ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പരത്തുമ്പം നടുഭാഗം കുറച്ച് കട്ടിയോടെയും സൈഡ് കുറച്ച് കട്ടി കുറച്ചും പരത്തണം. കാരണം നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടിയിൽ നിന്ന് വിട്ടുപോരും. എന്നിട്ട് ഇതിൻ്റെ ബേസിക് ഷേപ്പാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് ഞൊറിവുകൾ ഇട്ടിട്ട് അതൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. 1-2 തവണ ചെയ്യുമ്പം ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അങ്ങനെ ഞാൻ ഈ വൈറ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് സ്റ്റീമറിൻ്റെ തട്ടയിൽ കുറച്ച് എണ്ണ തൂത്ത ശേഷം അത് വെച്ച് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഒരു റോസ് ഷേപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മൾ 3 ചെറിയ ഇതളുകൾ പോലെ ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ അടിഭാഗം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ സ്റ്റഫിങ് വെച്ച് കൊടുത്ത് അതിൻ്റെ പകുതി ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ മതി. എഡ്ജ് വരുമ്പം അതൊന്ന് വെള്ളം ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഒരു 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്ത് കഴിയുമ്പം അത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മോമോസും അതിൻ്റെ സോസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, കളർഫുള്ളാണ്.
ഇതിനകത്ത് ഞാൻ ചിക്കൻ വെജിറ്റബിളും എല്ലാം ചേർത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ചിക്കൻ മാത്രമായിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ മാത്രമായിട്ടോ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.